3 ഭരണികളാണേ. ഈ ഭരണിക്കകത്ത് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ. പുളി, കല്ലുപ്പ്, തൈര്, ഇത്രയാണ് ഞാൻ വച്ചേക്കുന്നത്. ഞാനിത് പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ, ഒരു കാരണവശാലും നിങ്ങൾ പുളി, ഉപ്പ്, തൈര്, അച്ചാറുകൾ എന്നിവ ഒരു കാരണവശാലും നിങ്ങൾ പ്ലാസ്റ്റിക്കിലോ സ്റ്റീലിലോ അലൂമിനിയത്തിലോ ഇട്ട് വയ്ക്കരുത്. അത് നമ്മൾ രോഗങ്ങൾ വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. നമ്മൾ കുറേയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രോഗത്തിൽ നിന്നൊക്കെ നമുക്ക് മുക്തി നേടാൻ സാധിക്കും. ഇന്ന് എല്ലാവർക്കും ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ഇല്ലാത്തവരില്ല. പക്ഷേ നമ്മുടെ ജീവിതചര്യ അതാണ് മെയിനായിട്ടും ഇതിനൊക്കെ കാരണങ്ങൾ. പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കുഞ്ഞുങ്ങൾക്കായാലും ശരി തന്നെയാണ്. നമ്മൾ രാവിലെ എണീറ്റ് ചൂടോടെ കുട്ടികൾക്ക് പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ കൊടുത്തയക്കുന്നു. ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഇപ്പോൾ എല്ലാത്തിനും ഗ്ലാസ്സിലുള്ള കുപ്പികളുണ്ട്, അതുപോലെ തന്നെ ഗ്ലാസ് ബോട്ടിലുകളുണ്ട്. അതിൽ നിങ്ങൾ ഉപയോഗിക്കുക. മാക്സിമം നമ്മൾ അസുഖം വരുത്താതെ നോക്കുക. അതുപോലെ തന്നെ അച്ചാറുകൾ നിങ്ങൾ പ്ലാസ്റ്റിക്കിൽ ഇടാതെ ഇതുപോലെയുള്ള ഭരണികളിലോ അതുപോലെ തന്നെ ഗ്ലാസ് കുപ്പിയിലോ അല്ലെങ്കിൽ തന്നെ കുഞ്ഞു ചട്ടികളുണ്ട്, മൺചട്ടി, അതിലായാലും കുഴപ്പമില്ല. ഉപ്പ്, പുളി ഇതെല്ലാം മൺചട്ടിയിൽ വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള ഇതിപ്പോൾ ഒരു ഭരണിക്കൊക്കെ 150-100 രൂപയൊക്കെ ആകും. പക്ഷേ നമുക്ക് അസുഖം വന്ന് ഹോസ്പിറ്റലിൽ കൊടുക്കുന്നതിനെക്കാട്ടി എത്രയോ ഭേദമാണ് നമ്മളൊരു 100, 150, 200 കൊടുത്ത് വാങ്ങി ഇങ്ങനെയുള്ള സാധനങ്ങൾ വയ്ക്കുന്നത്. അതുപോലെ തന്നെ മാക്സിമം ഉപ്പ് ഉപയോഗിക്കുമ്പോൾ കല്ലുപ്പ് ഉപയോഗിക്കുക. പൊടി ഉപ്പിനെക്കാട്ടി ഏറ്റവും നല്ലത് കല്ലുപ്പാണ്. കല്ലുപ്പ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിലോ ഒരു ഗ്ലാസ് കുപ്പിയിലോ എടുത്തതിന് ശേഷം ആദ്യം നല്ലവണ്ണം ഒന്ന് കഴുകി ഈ ഉപ്പിൻ്റെ ആദ്യത്തെ വെള്ളം അങ്ങ് കളഞ്ഞതിന് ശേഷം അടുത്തത് മുതൽ നമുക്ക് ഉപയോഗിക്കാം. കുറേയൊക്കെ നമ്മൾ വിചാരിച്ചാൽ അസുഖങ്ങളിൽ നിന്ന് നമുക്ക് തന്നെ മുക്തി നേടാൻ സാധിക്കും, അല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇനി ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒരു കാരണവശാലും പ്ലാസ്റ്റിക്കിലോ അലൂമിനിയത്തിലോ സ്റ്റീലിലോ ഒന്നും ഇടാതെ ഇങ്ങനെയുള്ള സാധനങ്ങളിൽ ഇട്ട് സൂക്ഷിക്കുക. ഓക്കെ, ബൈ.